കേരളത്തിൽ സ്വർണം വാങ്ങാത്തവരും സ്വർണത്തിൽ നിക്ഷേപം നടത്താത്തവരും വളരെ കുറവാണ്. പക്ഷെ ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇനി ഭാവിയിൽ നിങ്ങൾ സ്വർണം വാങ്ങുമ്പോൾ വീട്ടിൽ കൊണ്ടുപോയി ലോക്കറിൽ വെക്കേണ്ട സാഹചര്യം തന്നെ ഇല്ലാതെയാവും. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. പണ്ട് കമ്പനികളുടെ ഷെയർ എല്ലാം പേപ്പർ രൂപത്തിൽ നിന്ന് ഇന്ന് കാണുന്ന ഡിമാറ്റ് ഫോമിലേക്ക് ആക്കിയതുപോലെ സ്വർണത്തിനും അതേ രീതിയിലുള്ള ഒരു വലിയ മാറ്റം കൊണ്ടുവരാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിന്റെ പേരാണ് ഇലക്ട്രോണിക് ഗോൾഡ് റെസിപ്റ്റ്, അല്ലെങ്കിൽ EGR എന്ന് പറയാം. നമ്മൾ സ്വർണം വാങ്ങുമ്പോൾ എന്തൊക്കെയാണ് പ്രശ്നങ്ങളെന്ന് ആലോചിച്ച് നോക്കൂ. ഇത് തെഫ്റ്റ് പോവാം, ലോക്കർ ചാർജസ് വരാം, പ്യൂരിറ്റി പ്രശ്നങ്ങൾ ഉണ്ടാവാം, മേക്കിംഗ് ചാർജുകൾ, GST. ഇനി ലോക്കറിൽ നിന്ന് നഷ്ടപ്പെട്ടാൽ നമുക്ക് വളരെ കുറച്ച് തുക ഇൻഷുറൻസ് മാത്രമേ കിട്ടുള്ളൂ എന്നിവ എല്ലാം ഉണ്ട്. ഗോൾഡ് ETF-കളിൽ ഇതിനൊരു അളവ് വരെ പരിഹാരം ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിലും EGR-മായി കമ്പയർ ചെയ്യുമ്പോൾ ധാരാളം കുറവുകൾ ETF-കൾക്കുണ്ട്. അത് പിന്നീട് പറയാം. EGR സംവിധാനത്തിൽ നിങ്ങൾ വാങ്ങുന്നത് ഒരു സ്വർണ്ണ ബാറോ ആഭരണമോ അല്ല. പകരം നിങ്ങളുടെ പേരിൽ ഡിമാറ്റ് അക്കൗണ്ടിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ഇലക്ട്രോണിക് സ്വർണ്ണ ഉടമസ്ഥാവകാശ രേഖയാണ്, ഒരു സർട്ടിഫിക്കറ്റ് ആണ്. അതിനർത്ഥം ഒരു നിശ്ചിത അളവിലുള്ള ശുദ്ധ സ്വർണത്തിന്റെ ഉടമ നിങ്ങളാണ് എന്ന് തെളിയിക്കുന്ന ഒരു ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ്. ഓഹരികൾ വാങ്ങുന്നത് പോലെ ബ്രോക്കർ മുഖേന ഇത് വാങ്ങാനും വിൽക്കാനും കഴിയുമെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഒരു ബട്ടൺ അമർത്തിയാൽ മാത്രം മതി. പക്ഷെ ഇതുകൊണ്ട് ആഭരണ പ്രേമികൾ വിഷമിക്കേണ്ട, ഞങ്ങൾക്ക് ഫിസിക്കൽ ഗോൾഡ് കയ്യിൽ കിട്ടില്ലല്ലോ, ഒരു സർട്ടിഫിക്കറ്റ് മാത്രമല്ലേ കിട്ടുള്ളൂ എന്നുള്ള വിഷമം വേണ്ട. കാരണം നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഈ ഇലക്ട്രോണിക് ഗോൾഡ് റെസിപ്റ്റ് പിന്നീട് യഥാർത്ഥ സ്വർണ്ണമാക്കി ഫിസിക്കൽ ഗോൾഡ് ആക്കി മാറ്റിയെടുക്കാനും പറ്റും. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇതൊരു ഇൻവെസ്റ്റ്മെന്റായി കണ്ടുകൊണ്ട് ഷെയർ പോലെ വാങ്ങുകയും വിൽക്കുകയും ചെയ്യാം. അല്ലെങ്കിൽ ഭാവിയിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ ഇതൊരു ഫിസിക്കൽ ഗോൾഡായി കൺവേർട്ട് ചെയ്യുകയും ചെയ്യാം. ഇനി ETF-ഉം EGR-ഉം തമ്മിലുള്ള പ്രധാന വ്യത്യാസം പറഞ്ഞുതരാം. അതാണ് ഏറ്റവും രസകരമായ ഒരു ഭാഗം. ETF-ൽ നിങ്ങൾ ഒരു ഫണ്ടിന്റെ യൂണിറ്റ് മാത്രമാണ് വാങ്ങുന്നത് എന്നുണ്ടെങ്കിൽ EGR-ൽ നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന എമൗണ്ടിന് തുല്യമായ അളവിലുള്ള ഫിസിക്കൽ ഗോൾഡ് വാൾട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ടാവും. കൂടാതെ ETF നിങ്ങൾക്ക് ഒരിക്കലും ഒരു ഫിസിക്കൽ ഗോൾഡ് ആയി കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ EGR-ൽ അത് പറ്റും. അതുകൊണ്ട് തന്നെ ഭാവിയിൽ സ്വർണ്ണ വ്യാപാരത്തിലും നിക്ഷേപ രംഗത്തും വലിയ മാറ്റം കൊണ്ടുവരാൻ ഈ ഒരു കാര്യത്തിന് സഹായിക്കുമെന്നാണ് എക്സ്പേർട്സ് കരുതുന്നത്. കാരണം അടുത്ത കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ സ്വർണ്ണ നിക്ഷേപത്തിന്റെ രീതി തന്നെ മാറാൻ സാധ്യതയുണ്ട്. ഈ വിവരം ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. കാരണം സ്വർണം വാങ്ങുന്നവർ ഒരു വീട്ടിലുണ്ടെങ്കിലും ഇലക്ട്രോണിക് ഗോൾഡ് റെസിപ്റ്റ് എന്താണ് എന്നറിയുന്നവർ ഇപ്പോഴും വളരെ കുറവാണ്. താങ്ക് യു സോ മച്ച്.